ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 23/12/2021 നടന്ന ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫീൽഡ് വർക്കർ പരീക്ഷയുടെ സോൾഡ് പേപ്പറാണ്. ഇനി വരാനിരിക്കുന്ന +2 മെയിൻ പരീക്ഷകൾക്കും ഡിഗ്രി മെയിൻ പരീക്ഷകൾക്കും പുതിയ പാറ്റേണിലുള്ള ഈയൊരു ചോദ്യപേപ്പർ ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, താഴെ പറഞ്ഞവയിൽ കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ ശ്രേണി കണ്ടെത്തുക എന്നുള്ളതാണ്. കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. ആന, വേഴാമ്പൽ, കണിക്കൊന്ന, തെങ്ങ്, കടുവ, മയിൽ, കണിക്കൊന്ന, അരയാൽ, ആന, മയിൽ, അശോകം, ചന്ദനം, ആന, വേഴാമ്പൽ, നീലക്കുറിഞ്ഞി, തെങ്ങ് എന്നുള്ളത്. ഇതിൽ ശരിയുത്തരം ഒന്നാമത്തെയായിരുന്നു ആന, വേഴാമ്പൽ, കണിക്കൊന്ന, തെങ്ങ് എന്നുള്ളത്. കേരളത്തിൻ്റെ ദേശീയ മൃഗം, ദേശീയ പക്ഷി, ദേശീയ വൃക്ഷം, ദേശീയ പുഷ്പം ഇതൊക്കെയായിരുന്നു ആന, വേഴാമ്പൽ, തെങ്ങ്, കണിക്കൊന്ന എന്നുള്ള ഓപ്ഷനിലുണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, എവറസ്റ്റ്, വിന്ധ്യാപർവ്വതം ഉപദ്വീപീയ പീഠഭൂമി, ആരവല്ലി പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം സിവാലിക്, ഇവയിൽ ശരിയായ ജോഡി ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. അതായത് രണ്ടാമത്തത് വിന്ധ്യപർവ്വതം ഉപദ്വീപീയ പീഠഭൂമി എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജിച്ചിരിക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. ഡക്കാൻ പീഠഭൂമി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, സമുദ്രങ്ങൾ, ഡക്കാൻ പീഠഭൂമി, ഉത്തരമഹാസമുദ്രം, ഹിമാലയം, തീരസമതലങ്ങൾ, ഡക്കാൻ പീഠഭൂമി, മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, തീരസമതലങ്ങൾ, മലനാട്, ഇടനാട്, തീരപ്രദേശം, പർവ്വതങ്ങൾ എന്നൊക്കെയായിരുന്നു ഓപ്ഷൻസ്. ഇതിൽ രണ്ടാമത്തെയാണ് ശരിയുത്തരം. ഏതാണ്? ഡക്കാൻ പീഠഭൂമി, ഉത്തരമഹാസമുദ്രം, ഹിമാലയം, തീരസമതലങ്ങൾ എന്നുള്ളത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കേരളത്തിൻ്റെ ശരിയായ അതിരുകൾ ഏത് എന്നുള്ളതാണ്. അറബിക്കടൽ, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഇന്ത്യൻ മഹാസമുദ്രം, കർണാടക, തമിഴ്നാട്, അറബിക്കടൽ. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. നാലാമത്തത് കർണാടക, തമിഴ്നാട്, അറബിക്കടൽ എന്നുള്ളത്. ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ, പ്രസിഡന്റ്, മുനിസിപ്പാലിറ്റി അധ്യക്ഷൻ ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ചെയർമാൻ ആണ്. അടുത്ത ചോദ്യം, പ്രമേയത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇതിൽ പറയുന്ന നാലാമത്തെ പ്രസ്താവന, അത് ഡി ആണ് ശരിയുത്തരം. ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കാം എന്നുള്ളതാണ് ശരിയായ ഉത്തരം. തെറ്റുകൾ എന്താണെന്ന് നോക്കാം. ദിവസേന മധുരം കഴിക്കുന്നവർക്ക് മാത്രമേ പ്രമേഹം ബാധിക്കുകയുള്ളൂ. അത് തെറ്റായ പ്രസ്താവനയാണ്. പ്രമേഹ രോഗത്തിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയും എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. കുറയും, കൂടുകയും ചെയ്യാം. പ്രമേഹം പരിശോധിക്കാൻ രക്തം, മൂത്രം സാമ്പിൾ ആവശ്യമില്ല എന്നുള്ളതും തെറ്റാണ്. ഇത് രണ്ടും വഴിയാണ് പ്രമേഹം പരിശോധിക്കുന്നത്. അപ്പോൾ ശരിയായ ഉത്തരം ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കാം എന്നുള്ളത്. ഏഴാമത്തെ ചോദ്യം, പാലിയേറ്റീവ് പരിചരണത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് തീവ്ര രോഗബാധിതർക്കും അവരുടെ കുടുംബത്തിൻ്റെയും ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഇത് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരസൂചികയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ മെയിൻ ഉത്തരസൂചിക വരുമ്പോൾ ഏതെങ്കിലും ചോദ്യങ്ങൾ ഒഴിവാക്കപ്പെടുകയോ ഉത്തരങ്ങൾ തിരുത്തപ്പെടുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വല്ലതും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ കാണുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, തുടരാം. അടുത്ത ചോദ്യം, ആശ്വാസകിരണം പദ്ധതിയുടെ ഉപഭോക്താക്കൾ ആരാണ് എന്നുള്ളതാണ്. രോഗികളെ പരിചരിക്കുന്നവർക്ക് വേണ്ടിയാണ് ആശ്വാസകിരണം പദ്ധതി. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കോവിഡ് വാക്സിൻ കോവാക്സിൻ്റെ 2ാം ഡോസ് എത്ര ദിവസം കഴിഞ്ഞാണ് എടുക്കുന്നത്? 28 ദിവസം കഴിഞ്ഞാണ് കോവാക്സിൻ എടുക്കുന്നത് 2ാം ഡോസ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 സ്ഥിരീകരിച്ചത് ഏത് സംസ്ഥാനത്താണ്? കേരളത്തിലാണ് ആദ്യമായി സ്ഥിരീകരിച്ചത്. 2ാം പഞ്ചവത്സര പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ഭാഗങ്ങളിലാണ്? കനത്ത വ്യവസായം, വലിയ ഡാമുകളുടെ നിർമ്മാണം, ഇൻഷുറൻസ്, രാജ്യസുരക്ഷ എന്നൊക്കെയാണ് ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. 1ഉം 2ഉം, അതായത് കനത്ത വ്യവസായവും വലിയ ഡാമുകളുടെ നിർമ്മാണവുമാണ് ശരിയായ ഉത്തരം. 12ാമത്തെ ചോദ്യം, 2021 ഇന്ത്യ വികസിപ്പിച്ച അഗ്നി പ്രൈം മിസൈൽ ഏത് സംസ്ഥാനത്ത് നിന്നാണ് വിക്ഷേപിച്ചത്? ഒഡീഷയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച കോവിഷീൽഡ് വാക്സിൻ നിർമ്മിച്ച സ്ഥാപനം സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോവിഷീൽഡ് വാക്സിൻ നിർമ്മിച്ചത്.
14ാമത്തെ ചോദ്യം, ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപത്തിൻ്റെ പേരെന്താണെന്നുള്ള കേരള നടനമാണ് ശരിയായ ഉത്തരം. എയർബോൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ബാസ്കറ്റ് ബോളുമായി ബന്ധപ്പെട്ടതാണ് എയർബോൾ എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര പീരിയോഡിക്കൽ ടേബിൾ വർഷമായി UN ആചരിച്ച വർഷം 2019. താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് കൊതുക് പരത്തുന്ന രോഗങ്ങൾ? മലേറിയ, മന്ത്, സിക്ക വൈറസ് രോഗമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മൂന്നും കൊതുക് പരത്തുന്ന രോഗങ്ങളാണ്. ഏതൊക്കെയാണ്? മലേറിയ അതെ, മന്ത് അതെ, സിക്ക വൈറസ് അതെ. ഇവയിൽ കൈകളുടെ ശുചിത്വക്കുറവ് കാരണം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ടൈഫോയിഡ് ആണ് ശരിയുത്തരം, ഓപ്ഷൻ സി. 19ാമത്തെ ചോദ്യം, വാക്സിൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഏത് താപനിലയിലും സൂക്ഷിക്കാൻ പറ്റും? പോളിയോ തുള്ളിമരുന്ന് ഒരുതരം വാക്സിനാണ്. എല്ലാ വാക്സിനും കുത്തിവയ്പ്പ് രൂപത്തിൽ മാത്രമാണ് ലഭ്യമാകുന്നത് എന്നുള്ളത്. ഇതിൽ ശരിയായ ഉത്തരം രണ്ടാമത്തെ മാത്രമാണ്. ഏതാണ്? പോളിയോ തുള്ളിമരുന്ന് ഒരുതരം വാക്സിൻ ആണ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ്. ഉപ്പ് അധികം ഉള്ള ഭക്ഷണം കഴിച്ചാൽ രക്തസമ്മർദ്ദം കുറയും എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. ബാക്കിയുള്ളതൊക്കെ ശരിയാണ്. പുകവലി രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുണ്ട്. രക്തസമ്മർദ്ദം പരിശോധിക്കാൻ രക്തസാമ്പിളിൻ്റെ ആവശ്യമില്ല. രക്തസമ്മർദ്ദം വീട്ടിലിരുന്ന് പരിശോധിക്കാം. ഇതൊക്കെ ശരിയായ പ്രസ്താവനകളാണ്. അടുത്തത്, ഇരവികുളം, പാമ്പാടും ചോല, സൈലന്റ് വാലി, മതികെട്ടാൻ ചോല ഇവയിൽ വേറിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം? ഓപ്ഷൻ ഡി ആണ്. അതായത് 3ാമത്തെ സൈലന്റ് വാലി ആണ്. അത് പാലക്കാട് ജില്ലയിലാണ്. ബാക്കിയെല്ലാം ഇടുക്കി ജില്ലയിലാണ്. അടുത്ത ചോദ്യം 22, യു വിമൽകുമാർ 1992 ബാഴ്സലോണ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ഇനം? ബാഡ്മിൻ്റൺ ആണ്. ബാഡ്മിൻ്റൺ താരമായിരുന്നു യു വിമൽകുമാർ. അടുത്തത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നതോ അംഗീകരിച്ചതോ ആയ തിരിച്ചറിയൽ കാർഡ്, വോട്ടർ പട്ടികയിൽ പേര്, കരമുടുക്കിയ രസീത്, 18 വയസ്സ് പൂർത്തീകരിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് മേൽപ്പറഞ്ഞവയിൽ ആവശ്യമായത് അല്ലെങ്കിൽ ആവശ്യമായവ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഇതിൽ 1, 2, 4 ആവശ്യമാണ്. കരമുടുക്കിയ രസീത് വേണ്ട, ബാക്കിയെല്ലാം വോട്ട് ചെയ്യുന്നതിന് ആവശ്യമാണ്. അടുത്ത ചോദ്യം 24ാമത്തെ ചോദ്യം, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു, ബ്രഹ്മപുത്ര, ഗംഗ, ബ്രഹ്മപുത്ര. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവയിലൊന്നും പൂർണ്ണമായി ഇന്ത്യയിലൂടെ ഒഴുകുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം കിലയാണ്. ഓപ്ഷൻ എ. പ്ലാസ്റ്റിക് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന ശരിയായ രീതി പുനരുപയോഗിക്കുക എന്നുള്ളതാണ്. പുനരുപയോഗിക്കുക. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. താഴെ കൊടുത്തവയിൽ സാംക്രമിക രോഗം ഏതാണ്? ക്ഷയരോഗമാണ് സാംക്രമിക രോഗം. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനമാണ് CT സ്കാൻ. ബാക്കിയുള്ളത് പ്രതിരോധ കുത്തിവയ്പ്പ്, ഡോക്ടർ സേവനം, പാലിയേറ്റീവ് പരിചരണം. ഇതൊക്കെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമായ സേവനങ്ങളാണ്. ഡെങ്കിപ്പനി പരത്തുന്നത് കൊതുകാണ്. നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് തൊഴിലുറപ്പ് പദ്ധതിയാണ്. അത് ഉൾപ്പെടില്ല. ബാക്കിയുള്ള ഹരിത കേരളം പദ്ധതിയും ആർദ്രം പദ്ധതിയും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പദ്ധതിയും നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. 31ാമത്തെ ചോദ്യം, പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ്? രാസോർജമാണ് പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? സംവഹനമാണ്. ഓപ്ഷൻ ബി ആണ്. സംവഹന രൂപത്തിലാണ് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ് ആണ്. 34ാമത്തെ ചോദ്യം, പാരക്കോൽ ഉപയോഗിച്ച് ഒരാൾ വലിയ ഒരു പാരക്കല്ല് ഉയർത്തുന്നു. ഈ സന്ദർഭത്തിൽ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. രോധത്തിനും യത്നത്തിനും ഇടയിൽ ധാരം എന്നുള്ളതാണ്. എത്രയാണ്? 34. സി ആണ് യഥാർത്ഥ ഉത്തരം. പാചകവാതകമായ LPGയുടെ പ്രധാന ഘടകം ഏതാണ്? ബ്യൂട്ടൈൻ ആണ് പാചകവാതകമായ LPGയുടെ പ്രധാന ഘടകം. 36ാമത്തെ ചോദ്യം, 2020 വയലാർ പുരസ്കാര ജേതാവ് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ഓപ്ഷൻ സി ആണ്. 2021 വത്സലയാണ്. 2021 കേരള സയൻസ് കോൺഗ്രസ് നടന്ന സ്ഥലം തിരുവനന്തപുരമാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. 38, സങ്കരയിനം ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? പരപരാഗണം നടത്തിയിട്ടത്. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. 39ാമത്തെ ചോദ്യം, ഭൂമിയിലെ ജലസ്രോതസ്സിൽ ഭൂഗർഭ ജലത്തിൻ്റെ സാന്നിധ്യം എത്രയാണ്? 2% കുറവാണ് ഭൂഗർഭ ജലത്തിൻ്റെ സാന്നിധ്യം. 40ാമത്തെ ചോദ്യം, മുറിവുകളിൽ രക്തം കട്ട പിടിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ജീവകം ഏതാണ്? കെ ആണ്. വിറ്റാമിൻ കെ ആണ് മുറിവുകളിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാ റാം മോഹൻ റോയ്. ഇനി കുറച്ചുള്ള ചോദ്യങ്ങൾ വളരെ എളുപ്പമുള്ളതാണ്. ആര്യസമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി. ബംഗാളിനെ 2ആയി വിഭജിച്ച വൈസ്രോയി കഴ്സൺ പ്രഭു. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകൻ. കേരള സംസ്ഥാന രൂപീകരണം 1956 നവംബർ 1.
46-ാമത്തെ ചോദ്യം, കല്ലട, പേപ്പാറ, മലമ്പുഴ, പള്ളിവാസൽ കേരളത്തിലെ വിവിധ അല്ലെങ്കിൽ ചില ജലവൈദ്യുത പദ്ധതികളാണ് ഇവ. ഇവയിൽ ഒരെണ്ണം മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നു. ഏതാണ്? പള്ളിവാസലാണ്. ഓപ്ഷൻ സി ആണ്. അത് 4-ാമത്തതാണ് ശരി ഉത്തരം. പള്ളിവാസലാണ് വ്യത്യസ്തത പുലർത്തുന്നത്. 47-ാമത്തത്, 2012-13 5.31 ടൺ ഉൽപ്പാദനം, 13-14 5.22, 2014-15 5.24, 15-16 5.17, 16-17 4.88. 2017 ഫിഷറി സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് കേരളത്തിലെ മത്സ്യോൽപാദനത്തിൻ്റെ കണക്കാണ് പട്ടികയിൽ തന്നിട്ടുള്ളത്. മത്സ്യോൽപാദനത്തിൽ വർധനവ് രേഖപ്പെടുത്തിയത് ഏത് വർഷമാണ്? ഓപ്ഷൻ ഡി ആണ്. 14-15 വർധനവ് രേഖപ്പെടുത്തി. തൊട്ടടുത്ത വർഷവുമായി കമ്പയർ ചെയ്യാണ് ചെയ്യാം. 2014-15 ശരി ഉത്തരം ഡി. താഴെ തന്നിട്ടുള്ളവയിൽ KSEBയുടെ ഉടമസ്ഥതയിലുള്ള വൈദ്യുത പദ്ധതി ഏത് അല്ലെങ്കിൽ ഏതെല്ലാം? ശബരിഗിരി, കുറ്റ്യാടി, ഇടമലയാർ, പെരിങ്ങൽകുത്ത്. ഇതിൽ ഇവയെല്ലാം എന്നുള്ളതാണ്. ഓപ്ഷൻ ബി. ഇവയെല്ലാം KSEBയുടെ ഉടമസ്ഥതയിലുള്ള വൈദ്യുത പദ്ധതികളാണ്. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളാണ് ചുവടെ തന്നിട്ടുള്ളത്. ഇവയിൽ വ്യത്യസ്ത പുലർത്തുന്ന തടാകം ഓപ്ഷൻ എ ആണ്, മാനാഞ്ചിറ. 50-ാമത്തെ ചോദ്യം, 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി പ്രതിഷേധം ഉയർത്തിയ ആള്? മംഗൾ പാണ്ഡെയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയത് പഴശ്ശിരാജയാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. പുന്നപ്ര വയലാർ സമരം 1946 ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യം കണ്ട് കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. 54 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നൽകിയത് K. കേളപ്പനാണ്. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഗ്രാമസഭയാണ്. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര വിഭാഗമായ ഇടനാട് സ്ഥിതി ചെയ്യുന്നത് മലനാടിനും തീരപ്രദേശത്തിനും മധ്യയാണ്. ഓപ്ഷൻ എ. 57-ാമത്തെ ചോദ്യം, സുന്ദരവനം ഡെൽറ്റയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഭാഗത്ത് രൂപം കൊണ്ടത് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഇവരിൽ ആർക്കാണ് 2015 അർജുന അവാർഡ് ലഭിച്ചത്? PR ശ്രീജേഷിനാണ് ഈ പറഞ്ഞവയിൽ 2015 അർജുന അവാർഡ് ലഭിച്ചത്. താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് കൃഷ്ണാനദി ഉൾപ്പെടുന്നത്? ഡക്കാൻ നദികളാണ് കൃഷ്ണാനദി ഉൾപ്പെടുന്നത്. കേരളത്തിലെ ചില ഭവന പദ്ധതികളാണ് ഇവ. ഏതൊക്കെയാണ്? ലൈഫ് മിഷൻ, പുനർഗേഹം, സുരക്ഷാ ഭവന പദ്ധതി, ലക്ഷം വീട് പദ്ധതി. മത്സ്യ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഭവന പദ്ധതി ഇതിൽ ഏതാണ്? പുനർഗേഹമാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 61-ാമത്തെ ചോദ്യം, ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിലെ മലയാളി ഗോൾ കീപ്പർ? ഓപ്ഷൻ ബി ആണ്. PR ശ്രീജേഷ് ആണ് ശരി ഉത്തരം. മിശ്രിത സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെടുന്ന പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും പ്രാധാന്യമുള്ളതാണ് മിശ്രിത സമ്പദ് വ്യവസ്ഥ. താഴെ പറയുന്നവയിൽ ഏതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ പെടാത്തത്? CISR ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ പെടാത്തത്. ICAR-ഉം ICMR-ഉം CSIR-ഉം ഗവേഷണ സ്ഥാപനങ്ങളാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ പോളിസിയെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഏത് ലക്ഷ്യവുമായി ഏറ്റവും അനുയോജ്യമായി ബന്ധിപ്പിക്കപ്പെടുന്നു? സി ആണ് ശരി ഉത്തരം. ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റെതാണ്? സോവിയറ്റ് യൂണിയൻ്റേതാണ് ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക. അടുത്ത ചോദ്യം 66, ഡയഫ്രം എന്ന ശരീരഭാഗം ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണ്? കുറേ ആളുകൾ തെറ്റിച്ചൊരു ചോദ്യമാണ്. ശരി ഉത്തരം ശ്വാസകോശമാണ്. വനം വകുപ്പിൻ്റെ വനശ്രീ സെൽ കൈകാര്യം ചെയ്യുന്ന വിഷയം വനവിഭവങ്ങളുടെ വിപണനമാണ് വനശ്രീ സെല്ല് കൈകാര്യം ചെയ്യുന്നത്. COVID-19 നേരിട്ട് ബാധിക്കുന്ന ശരീരഭാഗം ശ്വാസകോശമാണ്. ഇന്ത്യയിൽ ചായ എത്തിയത് ചൈനയിൽ നിന്നാണ്. ഏത് രാജ്യത്തു നിന്നാണ് ചോദ്യം? ചൈനയിൽ നിന്നാണ് ചായ എത്തിയത്. അന്തരീക്ഷത്തിലെ ജലകണികകളിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണവിസ്മയമാണ് മഴവില്ല്. മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? പ്രകീർണനമാണ് മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസം. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. നിയമവാഴ്ച എന്നാൽ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിലെ പാളിച്ചകൾ തുറന്നു കാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കുന്നത് പ്രതിപക്ഷമാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 74-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ. 2 ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത PV സിന്ധു. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. അമ്പിളി ചിരിക്കും മാനത്ത് തുമ്പ ചിരിക്കും താഴത്ത്. ഈ വരികൾ ആരെഴുതിയതാണ്? കുറേ ആൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുള്ള ചോദ്യമാണ്. ONV കുറുപ്പാണ് ശരിയായ ഉത്തരം. ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചിട്ടില്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ അവർക്കാണ്? വയലാർ രാമവർമ്മയാണ് ശരിയായ ഉത്തരം. ബാക്കിയുള്ള 3 പേര്, അത് MT വാസുദേവൻ നായരും G ശങ്കരക്കുറുപ്പും മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയും ജ്ഞാനപീഠം അവാർഡ് നേടിയവരാണ്. 2019 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ വ്യക്തി രജനീകാന്താണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ 2ാം സ്ഥാനം ലഭിച്ച രാജ്യം ചൈനയാണ്.
ഇനി കുറച്ച് മാത്സിൻ്റെ ചോദ്യങ്ങളാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യാം. 3/7 ഹരിക്കണം 2/7 ഈക്വൽ ടു എത്രയാണെന്നുള്ളതാണ് ശരിയായ ഉത്തരം. എ ആണ്. 3/2 ആണ്. 0.5 തുല്യമല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ്. 5/100 ആണ് തുല്യമല്ലാത്തത്, ബാക്കിയല്ല 0.5 തുല്യമാണ്. 101 × 99 എന്നുള്ളത് ഓപ്ഷൻ ബി ആണ്. 9999. ശരിക്കുള്ളൊരു ഗുണന ആണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത്, ഒരാളുടെ 8 ദിവസത്തെ ആകെ വരുമാനം 4880 രൂപയാണ് എങ്കിൽ അയാളുടെ ഒരു ദിവസത്തെ ശരാശരി വരുമാനം 610 രൂപയാണ്. 3, 5, 15 എന്നീ സംഖ്യകളുടെ ലാസാഗു 15 ആണ്. ഓപ്ഷൻ സി. 4:19 7:22 ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി. 4 വർഷം മുമ്പ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങായിരുന്നു. അച്ഛന് ഇപ്പോൾ 52 വയസ്സുണ്ടെങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 20 ആണ്. 16 എഴുതിയ ആൾക്കാരുണ്ട്, പക്ഷെ മകൻ്റെ വയസ്സ് 4 വയസ്സ് കൂടിയിട്ടുണ്ട്, അപ്പോൾ 20 ആണ്. 13, 17, 19, 21, 23 ഇവയിൽ കൂട്ടത്തിൽപ്പെടാത്ത സംഖ്യ 21 ആണ് ശരിയായ ഉത്തരം. 1, 2, 3, 5, 8 എന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത പദം 13 ആണ്. 45 - 12 × 24 ഹരിക്കണം 8 + 6 എന്നതിൻ്റെ ശരിയായ ഉത്തരം 15 ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത 10 ചോദ്യങ്ങൾ ഈ ഫീൽഡ് വർക്കർ എന്നുള്ള തസ്തികയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. സ്ക്രബ് ടൈഫസ് രോഗത്തിന് പ്രത്യേകമായുള്ള ലാബോറട്ടറി പരിശോധനയാണ് ഓപ്ഷൻ എ വീൽ ഫെലിക്സ് ടെസ്റ്റ്. സുസ്ഥിര വികസന ലക്ഷ്യപ്രകാരം 2030 ഇന്ത്യയിൽ നിന്ന് നിവാരണം ചെയ്യേണ്ട പ്രാണിജന്യ രോഗങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ്. മലമ്പനി, മന്തുരോഗം, കരിമ്പനി എന്നിവയാണ് നിർമ്മാർജ്ജനം ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള രോഗങ്ങൾ. താഴെ പറയുന്നവയിൽ ജൈവിക കൊതുകു നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഏതാണ്? ഗപ്പി, ഗംബൂസിയ, മാനത്തുകണ്ണി, മുകളിൽ പറഞ്ഞവയെല്ലാം. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ശരിയായത്. ഇവയെല്ലാം ജൈവിക കൊതുക് നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നവയാണ്. ലോക ടോയ്ലറ്റ് ദിനം നവംബർ 19, ലോക കൊതുക് ദിനം ഓഗസ്റ്റ് 20. ഈച്ചയുടെ ജീവിതചക്രം എന്ന് പറഞ്ഞ ഓപ്ഷൻ സി ആണ്. മുട്ട, ലാർവ, പ്യൂപ്പ, മുതിർന്ന ഈച്ച എന്നുള്ളതാണ്. കോളറ ബാധയുണ്ടാക്കുന്ന രോഗാണു വിബ്രിയോ കോളറയാണ്. താഴെ പറയുന്നവയിൽ പകൽ സമയം കടിക്കുന്ന കൊതുക് ഈഡിസ് കൊതുകുകളാണ്. സാൻഡ് ഫ്ലൈ പരത്തുന്ന രോഗമാണ് ഏതാണ്? മുകളിൽ പറഞ്ഞതെല്ലാം ശരിയായ ഉത്തരം ഡി. അത് കല അസർ, ഓറിയന്റൽ സോർ, സാൻഡ ഫ്ലൈ ഫീവർ ഇതെല്ലാം സാൻഡ് ഫ്ലൈ പരത്തുന്ന രോഗങ്ങളാണ്. മലമ്പനി രോഗാണുക്കൾ ഏത് അവയവത്തെ ബാധിക്കുന്നു? കരളിനെയാണ് മലമ്പനി രോഗാണുക്കൾ ബാധിക്കുന്നത്. ഇത്രയുമാണ് ഫീൽഡ് വർക്കർ പരീക്ഷയിലുണ്ടായിരുന്നത്. 20 മാർക്ക് കറണ്ട് അഫയേഴ്സ്, 10 മാർക്ക് മാത്സ്, 10 മാർക്ക് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടത് ഫീൽഡ് വർക്കർ തസ്തികയുമായി ബന്ധപ്പെട്ടത്. ബാക്കിയുള്ളത് കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഇത്രയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ കട്ട് ഓഫ് നിയമന സാധ്യതകളെക്കുറിച്ചൊക്കെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.